അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്ന തയ്യൽ തൊഴിലാളികളുടെ സംഘടനയായ തയ്യൽ തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന ഭാരവാഹികൾക്കും ജില്ലാ പ്രതിനിധികൾക്കും വേണ്ടി തിരുവനന്തപുരത്ത് അധ്യാപക ഭവനിൽ വെച്ച് സംസ്ഥാന നേതൃത്വ ക്യാമ്പ് നടത്തുന്നു. 2024 ജൂൺ 1 നടക്കുന്ന സമ്മേളനത്തിൽ AICC വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ വിദേശ മലയാളികൾക്ക് താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന OICC ഗ്ലോബൽ ചെയർമാൻ കുമ്പളത്ത് ശങ്കരപിള്ളയ്ക്ക് രമേശ് ചെന്നിത്തല കാരുണ്യ സ്പർശം ഉപഹാരം നൽകി ആദരിക്കും. KPCC വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യപ്രഭാഷണം നടത്തും. ചടങ്ങിൽ നിരവധി വിശിഷ്ടാതിഥികൾ പങ്കെടുക്കുമെന്ന് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ബാബു അമ്മവീട് പ്രസ് ക്ലബ്ബിൽ നടന്ന പത്രസമ്മേളനത്തിൽ അറിയിച്ചു. സംഘടനയാണ് തയ്യൽ തൊഴിലാളി കോൺഗ്രസ്. INTUC അഭിലേഷനുള്ള ഏക സംഘടനയാണ്. അതായത് തയ്യൽ തൊഴിലാളികൾക്ക് മാത്രം അഭിലേഷനുള്ള ഒരു സംഘടനയാണ് തയ്യൽ തൊഴിലാളി കോൺഗ്രസ്. 70,000 മെമ്പർഷിപ്പ് ഞങ്ങൾക്ക് കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. സംഘടന എല്ലാ ജില്ലയിലും ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സമരമുഖത്തിരിക്കുന്ന ഒരു വലിയ സംഘടനയാണ്. ഈ സംഘടന കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ 16, 17 തീയതികളിൽ സംസ്ഥാന സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് ഒരു സംസ്ഥാന ക്യാമ്പ് സംഘടിപ്പിക്കണമെന്നുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് തന്നെ ഈ ക്യാമ്പ് സംഘടിപ്പിക്കണമെന്ന് മുൻകൂട്ടിയുള്ള ഒരു തീരുമാനം. അതായത് ഈ വരുന്ന 1-ാം തീയതി, ജൂൺ മാസം 1-ാം തീയതി അധ്യാപക ഭവനിൽ വെച്ച് രാവിലെ 9 മണിക്ക് പതാക ഉയർത്തുന്നതോടുകൂടി ഈ ക്യാമ്പ് ആരംഭിക്കുകയാണ്. വൈകിട്ട് 5 മണി വരെയാണ് ക്യാമ്പിൻ്റെ സമാപനം. 4 മണിക്ക് സമാപന സമ്മേളനവും നടക്കും. രാവിലെ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ പതാക ഉയർത്തലിന് ശേഷം നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. AICCയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ മുഖ്യപ്രഭാഷകനായി KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അവர்களுം സന്നിഹിതനാകും. അതിൻ്റെ അധ്യക്ഷൻ ഞാൻ തന്നെയാണ്. സ്വാഗതം പറയുന്നത് തിരുവനന്തപുരം ജില്ലയുടെ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ കൂടിയായ ശ്രീ K ജയരാമനാണ്. അതോടൊപ്പം തന്നെ വിദേശ മലയാളികൾക്ക് എന്നും താങ്ങും തണലുമായി നിൽക്കുന്ന OICC അതായത് ഗ്ലോബൽ ചെയർമാൻ കുമ്പളത്ത് ശങ്കരപിള്ള അദ്ദേഹത്തിന് രമേശ് ചെന്നിത്തല കാരുണ്യ സ്പർശം എന്ന ഉപകാരം നൽകി അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്യും. വിശിഷ്ട അതിഥികളായി എത്തുന്ന ഡോക്ടർ പാളയം അശോകനെയും AR ആനന്ദിനെയും ഡോക്ടർ സന്തോഷ് സൗപർണികയും ചടങ്ങിൽ വെച്ച് അനുമോദിക്കും. പ്രത്യേക ക്ഷണിതാക്കളായി വന്നിട്ടുള്ള M വിൻസെന്റ് MLA, VS ശിവകുമാർ, അഡ്വക്കേറ്റ് T ശരചന്ദ്ര പ്രസാദ്, അഡ്വക്കേറ്റ് G സുബോധൻ, മേരി പുഷ്പം എന്നിവർ ആശംസാ പ്രസംഗവും നടത്തും. 11 മണിക്ക് തയ്യൽ തൊഴിലാളികളുടെ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ എന്ന വിഷയത്തിൽ തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ജില്ലാ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സജി S രാജ് ക്ലാസ് എടുക്കും. തയ്യൽ തൊഴിലാളികളെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ക്ഷേമനിധിയിൽ ഇന്ന് നേരിടുന്ന വിഷയങ്ങളെക്കുറിച്ച് സജി സാറ് ക്ലാസ് എടുക്കുന്നതായിരിക്കും. ആ ക്ലാസ് കൃത്യം 1 മണി വരെ തന്നെ അത് നടക്കുകയും ചെയ്യും. ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് തൊഴിലാളികളും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും എന്ന വിഷയത്തിൽ INTUCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി VJ ജോസഫ് ക്ലാസ് എടുക്കും. 4 മണിക്ക് നടക്കുന്ന ക്യാമ്പിൻ്റെ സമാപന യോഗം തയ്യൽ തൊഴിലാളി കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുധാകരൻ പ്ലാക്കാട് സ്വാഗതം പറയുകയും ക്യാമ്പ് ഡയറക്ടർ ശ്രീ മുത്തുസ്വാമി അവലോകന റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്യും. ശേഷം INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ R ചന്ദ്രശേഖരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ ശ്രീ പുരുഷോത്തമൻ നായരായിരിക്കും അധ്യക്ഷനാകുന്നത്. CR മകേഷ് MLA, VR പ്രതാപൻ, കേശവേണി ശർമ്മ, സതീകുമാരി, നേമം സജീർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തുകയും ചെയ്യും. തയ്യൽ തൊഴിലാളികളുടെ സംസ്ഥാന ഭാരവാഹികളായി തിരഞ്ഞെടുക്കപ്പെട്ടവരും ജില്ലാ ഭാരവാഹികളായി തിരഞ്ഞെടുക്കപ്പെട്ട ഏതാണ്ട് 150ഓളം പ്രതിനിധികൾ, തിരഞ്ഞെടുക്കപ്പെട്ട 150ഓളം പ്രതിനിധികളാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ ഏവരെയും അറിയിക്കുകയാണ്. നിങ്ങളുടെ ഏവരുടെയും ഒരു സഹായവും സഹകരണവും പ്രസ് മീറ്റിങ്ങിൽ നമുക്ക് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇത് നല്ലൊരു വാർത്താ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇത് ചെയ്ത് ഞങ്ങൾക്ക് സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ക്യാമ്പ് ഡയറക്ടർ ശ്രീ മുത്തുസ്വാമി. ഇവിടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ ഈ
ക്യാമ്പിനെ സംബന്ധിച്ച് കാര്യം ഞങ്ങളെ നോട്ടീസ് തന്നെ ഇട്ടിട്ടുണ്ട്. കാര്യം 14 ജില്ലയിലും നല്ല പ്രവർത്തകരുള്ള ഒരു സംഘടനയാണ്. രണ്ടാമത്തെ കാര്യം, ഇന്ന് അസംഘടിത മേഖല ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്ന തൊഴിലാളികളാണ് ഈ തയ്യൽ തൊഴിലാളി കോൺഗ്രസിൻ്റെ അംഗങ്ങൾ. അവർക്ക് പ്രസവ ആനുകൂല്യം എന്നും വേണ്ടി നമ്മളെ കേരള ഗവൺമെൻറ് കൊടുക്കുന്നത് 2000 രൂപയാണ്. പക്ഷേ പറയണത് 15000 രൂപ. പക്ഷേ 13000 രൂപ കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഒരു സ്ത്രീ ഗർഭിണിയായി പ്രസവിച്ച് കുഞ്ഞിന് നൂല് കെട്ടിയാൽ പോലും അവർക്ക് പൈസ കിട്ടൂല. ആ അവസ്ഥയാണ്. അത് നിങ്ങൾ വിചാരിച്ചാൽ തീർച്ചയായിട്ടും ഈ ഇരുട്ടിലിരിക്കുന്നത് വെളിച്ചത്ത് കൊണ്ടുവരുന്ന മാധ്യമധർമ്മങ്ങൾ നിങ്ങളാണ്. നിങ്ങൾ വിചാരിച്ചാൽ ഈ അസംഘടിത ഈ തൊഴിലാളികൾക്ക് എന്തെങ്കിലും ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യം, ഞങ്ങൾ ശബ്ദമുയർത്തി പല മന്ത്രിമാരെയും കണ്ടു, പല കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയണതല്ലാതെ ചെയ്യുന്നില്ല. കുട്ടികളുടെ വിദ്യാഭ്യാസം, അതുപോലെ നിരവധി കാര്യങ്ങൾ. തീർച്ചയായിട്ടും അവരെ ഒന്ന് കൈപ്പിടിച്ച് ഉയർത്തുവാൻ നിങ്ങൾ മാധ്യമധർമ്മം നിങ്ങൾ കാണിക്കണം. നിങ്ങളുടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഈ ക്യാമ്പിൽ നിങ്ങളുടെയും കൂടെ അനുവാദം, നിങ്ങളും കൂടെ ഇതിൽ പങ്കാളിയാകണം. ഞങ്ങൾക്ക് ഇത് നിങ്ങളൊരു വാർത്താ പ്രാധാന്യം, ഇങ്ങനെ ഒരു അസംഘടിത തൊഴിലാളിക്ക് നിങ്ങൾ വിചാരിച്ചാൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് ശ്രദ്ധിക്കും, അവർക്ക് എന്തെങ്കിലും കിട്ടും, അതൊരു മഹാഭാഗ്യമായി മാറും. അതിന് നിങ്ങളെ എല്ലാവരെയും കണ്ടതിലും നിങ്ങളുടെ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് നടത്താൻ സാധിച്ചതിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. INTUC അഭിലേഷനുള്ള, അതായത് 2005 രജിസ്റ്റർ ചെയ്ത് INTUC അഭിലേഷനുള്ള തയ്യൽ തൊഴിലാളികൾക്ക് വേണ്ടി മാത്രം INTUC അഭിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഘടന എന്ന നിലയിലാണ് നമ്മളിന്ന് ഈ ക്യാമ്പ്. 14 ജില്ലയുടെയും പ്രസിഡന്റുമാരും ഇതിനകത്തുണ്ട്. അവരെല്ലാം അന്ന് പങ്കെടുക്കുകയും ചെയ്യും. വളരെ വിഷമത്തോടു കൂടി മറ്റൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് പ്രസവാനുകൂല്യത്തിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. സത്യമാണ്, 2000 രൂപയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. 13000 രൂപ ഇനി ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ കിട്ടുന്ന അവസരത്തിൽ അത് കൊടുക്കത്തുള്ളൂ. ഇപ്പം ഈ 2000 രൂപ കൊടുക്കുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടിലാണ് സർക്കാർ കൊടുക്കുന്നത്. കോടിക്കണക്കിന് രൂപ ക്ഷേമനിധിയിൽ നമ്മൾ അംശാദായമായിട്ട് അടയ്ക്കുന്നു. പക്ഷേ ക്ഷേമനിധിയിൽ ഇന്ന് ആ പൈസ അവിടെ ഇല്ല. അത് സർക്കാർ വകമാറ്റി ചെലവഴിക്കുന്ന എന്തോ ആയാലും ശരി. പക്ഷെ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായി കിട്ടുവാൻ ഞങ്ങൾ വളരെയധികം നല്ല രീതിയിൽ ജില്ലാതലത്തിലായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഞങ്ങൾ സമരം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ ആനുകൂല്യം ഏറ്റവും കുറവാണ് തയ്യൽ മേഖലയിൽ. അതായത് +1 പഠിക്കുന്ന കുട്ടിക്ക് ഒരു ആദ്യം ഫുൾ A+ കിട്ടിയാൽ 2000 രൂപ, ആദ്യ അഡ്മിഷന് 2000 രൂപ അങ്ങനെ കിട്ടുന്നതല്ലാതെ ആ ഒരു മേഖല കഴിഞ്ഞാൽ പിന്നെ വളരെ ബുദ്ധിമുട്ടിലാണ് ആ കുട്ടികൾ പഠിക്കുന്നത് തന്നെ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും വിദ്യാഭ്യാസ ആനുകൂല്യം കിട്ടുന്നതിനും, അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസം മാത്രമല്ല വിവാഹ സഹായം 5000 രൂപയാണ് കിട്ടുന്നത്. മറ്റ് ക്ഷേമനിധിയിലൊക്കെ 15000 രൂപ കിട്ടുമ്പോഴും 5000 രൂപയാണ് തയ്യൽ തൊഴിലാളി ക്ഷേമനിധി കിട്ടുന്നത്. 50 രൂപയാണ് അംശാദായം അവിടെ അടയ്ക്കുന്നത്. നിർമ്മാണ മേഖലയിൽ 50 രൂപയാണ് അംശാദായം അടയ്ക്കുന്നത്. തയ്യൽ മേഖലയിലും 50 രൂപയാണ് അംശാദായം അടയ്ക്കുന്നത്. പക്ഷേ രണ്ടിടത്തും ആനുകൂല്യം വ്യത്യാസമാണ്. ഇവിടെ 5000 രൂപയും അവിടെ 15000 രൂപയാണ് വിവാഹ ധനസഹായം കിട്ടുന്നത്. അതുപോലെ തന്നെ ലിംഗഭേദമില്ലാതെ ആനുകൂല്യം കൊടുക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞ് സമരം ചെയ്തിട്ടുണ്ട്. കാരണം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വിവാഹം നടത്തുന്നതിനുള്ള സഹായം കൊടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ തയ്യൽ മേഖലയിൽ ഇതുവരെ അത് നടപ്പിലാക്കിയിട്ടില്ല. ഇപ്പോഴും പെൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. അതുപോലെ നിർമ്മാണ മേഖലയിൽ അങ്ങനെയല്ല, 2 കൂട്ടർക്കും കൊടുക്കും. ആണ് കല്യാണം കഴിച്ചാലും പെണ്ണ് കല്യാണം കഴിച്ചാലും അവരുടെ മാതാപിതാക്കൾക്ക് 15000 രൂപ കൊടുക്കും. അത് നമുക്ക് ഇതിനകത്തും കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ശ്രീ ശിവൻകുട്ടി സാറ് മന്ത്രിയായിട്ടിരിക്കുമ്പോഴും ഞങ്ങൾ നിവേദനം കൊടുത്തതാണ്. അപ്പോൾ അദ്ദേഹം ഇതൊന്നും നടപ്പിലായിട്ടില്ല. പക്ഷേ ഇതെല്ലാം നടപ്പിലാക്കുവാൻ വേണ്ടി ഒരു വലിയ ചർച്ച ഇതിനകത്തുണ്ടാകും, ഈ ക്യാമ്പിലൂടെ ഉരുത്തിരിയുമെന്ന് പ്രതീക്ഷിച്ചാണ് ഈ ക്യാമ്പ് ഞങ്ങൾ സംഘടിപ്പിച്ചത്. നിങ്ങളുടെ അതുപോലെ ESA ആനുകൂല്യം ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു ESA ആനുകൂല്യം നടപ്പിലാക്കണമെന്ന്. അദ്ദേഹം ഇന്ന് ഈ യോഗത്തിൽ, നാളെ ഈ യോഗം, മറ്റന്നാൾ ഈ യോഗത്തിൽ പങ്കെടുക്കും. അന്ന് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ കൊണ്ട് ഞങ്ങളിത് ഉന്നയിക്കും, ഈ കാര്യം ഉന്നയിക്കും. ESA ആനുകൂല്യം വളരെ പ്രധാനപ്പെട്ട ഒരു ആനുകൂല്യമാണ്. അത് ഈ തയ്യൽ തൊഴിലാളികളെ സംബന്ധിച്ച്, അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്ന ഈ തൊഴിലാളികളെ സംബന്ധിച്ച് അത് കിട്ടേണ്ടതാണ്. അവർക്ക് തീർച്ചയായും അത് കിട്ടുന്നതിനുള്ള നടപടികൾ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് വകുപ്പ് മന്ത്രിയായിട്ടിരുന്നപ്പോൾ അത് നടപ്പിലായി വന്നതാണ്. പക്ഷേ തൊട്ടടുത്ത സമയത്ത് തന്നെ അത് ആ UPA ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് പോയപ്പോഴാണ് അത് സംഭവിച്ചത്, അത് മാറ്റപ്പെട്ടത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റേതായ വിഷമമുണ്ട്. പക്ഷേ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ശ്രീ കൊടിക്കുന്നിൽ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും അത് നടപ്പിലാക്കുന്നത് ഞങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ട്. അത് നാളെ മറ്റന്നാൾ അദ്ദേഹം ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് അത് പറയിക്കാനുള്ള ഒരു സംവിധാനം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം അത് നടപ്പിലാക്കണം, അതാണ് വളരെ പ്രാധാന്യമുള്ളത്.